ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വാർഡ്രോബ് ഓർഗനൈസിങ് വീഡിയോ ആണ്. പണ്ടൊരിക്കലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരു മന്ത്ലി വൺസ് എങ്കിലും നമ്മളിത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു ഇത് ഇങ്ങനെയായിരുന്നു. ഇപ്പം ഓർഗനൈസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കുറച്ചൊക്കെ കളയാനുള്ള വേസ്റ്റും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഒതുക്കി പെറുക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് എൻ്റെ മാത്രം തുണികൾ വയ്ക്കുന്ന ഒരു ഷെൽഫാണ്. ഇതിൽ ഇപ്പം നമ്മുടെ ഇസാഡിയും കുട്ടൂസിൻ്റെ അലക്സാറിൻ്റെ എല്ലാവരും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് ഒതുക്കി വൃത്തിയാക്കി വെച്ചാലും ഒരു മാസം കഷ്ടിയൊക്കെയാണ് ഇത്തിരി വൃത്തിയിലൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ മന്ത്ലി വൺസ് നമ്മളിതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ 2025 ഞാനത് ഓർഗനൈസ് ചെയ്തിട്ടില്ല, കാരണം 2024 ഒരു വട്ടം ചെയ്തതായിരുന്നു ലാസ്റ്റ് ടൈമിൽ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മൊത്തത്തിൽ ഇന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു സൈഡ് മാത്രമായിട്ടൊന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ ഈ വീഡിയോ കാണുന്ന സമയത്ത്. വാർഡ്രോബൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് തോന്നിയാലോ. അതുമാത്രമല്ല കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടി കൂടാണ്ട് നമ്മളെ തുണികൾ ഫുൾ വാർഡ്രോബിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാനും, അതുപോലെ തന്നെ എൻ്റെ വാർഡ്രോബിൽ എത്ര കണ്ട് ഒതുക്കിയാലും ഒരു തരി പോലും സ്ഥലമില്ല എന്ന് പറയുന്ന അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ടിപ്സൊക്കെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാർഡ്രോബ് അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ തുണികളും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വലിച്ചു വാരി ഇടാറില്ല. പണ്ടൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അലമാരി മൊത്തത്തിൽ ഞാൻ വലിച്ചു വാരി ഇട്ടിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടാണ് എൻ്റെ മടക്കി ഒതുക്കിയൊക്കെ കഴിയാറ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു 100 പണികളുണ്ടാവും, അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യണമെന്ന് തലേദിവസം തന്നെ തീരുമാനിച്ച് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മളുടെ പണികളൊക്കെ ഒന്ന് ഒതുക്കി നേരത്തെ ചെയ്ത് കറികളൊക്കെ നേരത്തെ വെച്ച് ക്ലീനിങ്ങൊക്കെ ഒന്ന് നേരത്തെ അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതും അതും കൂടെ മിക്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ബോറിംഗ് ആവും, നമ്മൾ ആകെ ടയേർഡ് ആവും കേട്ടോ. നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടാത്ത തുണികൾ എല്ലാം ഏതൊരു കള്ളിയാണ് എടുക്കുന്നത്, 1-2 കള്ളികൾ എടുക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു ഡോർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ തുണികളും ഞാൻ പെറുക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കൂടി ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ആദ്യം തന്നെ നമുക്ക് വേണ്ടാത്തത് വേറെ ഏതെങ്കിലും ഒരു കവറിലൊക്കെ ആക്കിയിട്ട് ഈ റൂമിൽ നിന്ന് തന്നെ പുറത്ത് കൊണ്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒതുക്കി പറക്കി വെക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, എന്നത്തോടെ കഴിയുമോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തരം തിരിച്ച് വെക്കാം വേണ്ടാത്തത്. അതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള ഡ്രസ്സിൽ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ളതുണ്ടാവും. ചിലപ്പോൾ ബട്ടൺ പോയത്, സിബ് പൊട്ടിയത്, ഓൾട്ടർ ചെയ്യാനുള്ളത്, ലൂസാക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും തരം തിരിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഞാനെങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് എൻ്റെ മാത്രം ഡ്രസ്സസ്സാണ്. പിള്ളേരുടെ തൊട്ടിട്ട് കൂടിയില്ല, ഹസ്ബൻഡിൻ്റെയും എടുത്തിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം തന്നെ കുർത്തകൾ മടക്കി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ സിറ്റായിട്ട് നമുക്ക് വരുന്ന ചുരിദാർ സൽവാർ സെറ്റുകൾ അങ്ങനെ എടുക്കുന്നു നിർബന്ധം പിടിക്കണ്ട. കാരണം അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റോ. അപ്പോൾ ആദ്യം കയ്യിൽ കിട്ടുന്ന തുണികൾ ഏതാണെന്ന് വെച്ചാൽ അത് ഫോൾഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കാം. പിന്നെ കിട്ടുന്നത് അതിൻ്റെ മേലേക്ക് അങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ കളയാനുള്ളത് വേറെ വയ്ക്കുക. അതുപോലെ തന്നെ നമുക്കെന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാലും കളയാനും പറ്റില്ല എന്ന് പറയുന്ന ഡ്രസ്സുകളുണ്ടാവുമല്ലോ, അത് മാറ്റി വയ്ക്കുക. അത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ നിന്ന് 2 ദിവസം മുന്നേ നമ്മുടെ വാക്വം പമ്പ് വെച്ച് ചെയ്യുന്ന ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആക്കി വയ്ക്കാം. അങ്ങനത്തെ കവർ അല്ലെങ്കിൽ അങ്ങനത്തെ വാക്വം വെച്ച് വലിക്കുന്ന എയർ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം നമ്മുടെ അലമാരിയിൽ അല്ലെങ്കിൽ വാർഡ്രോബിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഈ പുതപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈസി ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഷ്രഗ് കോട്ടുകൾ, അങ്ങനത്തെയൊക്കെ സ്വെറ്റേഴ്സ്, അതൊക്കെ ആണെങ്കിൽ അതിൽ വെച്ചിട്ട് വാക്വം വെച്ചിട്ട് വലിക്കുകയാണെങ്കിൽ ഒരു 10 ഡ്രസ്സ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അത്രയ്ക്കും സ്ഥലം നമ്മുടെ വാർഡ്രോബിൽ പോവുകയാണ് ഇതൊക്കെ വെക്കുമ്പം. അന്നേരം നമ്മൾ ഇതിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ സ്പേസിൽ ആ 10 ഡ്രസ്സും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ആ വാക്വം പമ്പ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല, ഇതിൻ്റെ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു പാർട്ട് 2 വീഡിയോ ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഇന്നൊരു ഒരു സൈഡ് മാത്രമാണ് ഇന്ന് ഒതുക്കി പറക്കി വെക്കുന്നുള്ളൂ. മറ്റേ പാർട്ട് 2-ൽ മറ്റേ ഭാഗം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ വാക്വം പമ്പും അതുപോലെ തന്നെ ഞാൻ കളയാണ്ട് എനിക്ക് ആവശ്യം
ആവശ്യം വരുമെന്നെങ്കിലും എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന ഡ്രസ്സസും അതിൽ വെച്ചിട്ട് വാക്വം വെച്ച് വലിച്ച് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഓരോരോ ഡ്രസ്സസും ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സായിട്ട് ഇരിക്കുവാണ് വാർഡ്രോബ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാങ്കറ്റ്സ് ഉണ്ട്, ഒരുപാട് നമ്മുടെ എന്താ പറയുക കോട്ട്, ഈ തണുത്ത സ്വെറ്ററുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ട്. ഒരുപാട് വേണമെന്നൊന്നുമില്ല, എന്നാലും നമുക്ക് ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ എന്നാൽ കളയാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാക്വം ബാഗ് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്ഥലം കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ആ പ്രൊഡക്റ്റും അതെങ്ങനെയാണ് വാക്വം വെച്ച് വലിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ നല്ല ഡ്രസ്സസ് വെക്കുന്ന വാർഡ്രോബാണ്. അതായത് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്ന വാർഡ്രോബ് എപ്പോഴും മെസ്സായിട്ട് വൃത്തികേടായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മിനിമൈസ് ചെയ്യുക നമ്മുടെ ഡ്രസ്സസ്. അതായത് നമുക്കൊരു 10-15 ജോഡി ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിടാൻ മാത്രമായിട്ട് അത്രയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 ജോഡി ഡ്രസ്സ് എടുത്ത് വീട്ടിൽ ഇടാനായിട്ട് നമ്മൾ വേറൊരു ഷെൽഫിലാവുമല്ലോ വെക്കുക, അല്ലെങ്കിൽ വേറൊരു കള്ളിയിലാവുമല്ലോ വെക്കാം. നിങ്ങൾ ഏതിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നമുക്കൊരു 5 എണ്ണം മാത്രം മാറ്റി വയ്ക്കുക, ബാക്കി 10 എണ്ണം നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ. അതായത് ആ ഒരു വാർഡ്രോബിൽ വെക്കാണ്ട് മാറ്റി വയ്ക്കുക, നമ്മൾ എയർ ബാഗിലോ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനും തോന്നും. അതായത് കഴിയുമ്പോൾ പെട്ടെന്ന് വാഷ് ചെയ്യാനും, ഒരുപാടാകുമ്പോഴേ നമ്മൾ കുന്നു കൂട്ടിയിട്ടിട്ട് വാഷ് ചെയ്യാനും മടിയാവും. അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഒരുമിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാനും മടിയാവും. എന്നാൽ ഒരു ഡ്രസ്സ് 2 ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിയും. അതുപോലെ തന്നെ നമ്മൾ വാർഡ്രോബ് മെസ്സാവില്ല. കാരണം 5 ജോഡി ഡ്രസ്സാകുമ്പോൾ എത്ര മെസ്സായാലും നമുക്ക് മടക്കി വയ്ക്കാനും ഒക്കെ ഈസിയാണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ മിനിമൈസ് ചെയ്യുക നമ്മുടെ ഡ്രസ്സുകളെ. അതായത് അതിന് 1 ആഴ്ച 2 ആഴ്ച ഇട്ടതിന് ശേഷം നമുക്ക് ആ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് വേറെ ഡ്രസ്സ് എടുക്കാം. അങ്ങനെ മാറി ഡ്രസ്സസ് എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളായിട്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്പാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വാർഡ്രോബൊക്കെ അല്ലെങ്കിൽ തുണികളൊക്കെ മടക്കി ഒതുക്കി പെറുക്കി വെക്കാൻ പൊതുവേ ഇഷ്ടമുള്ള അധികം പേരുണ്ടാവില്ല. എന്നാൽ അതിനോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ് തുണി അലക്കുക, അത് മടക്കി വെക്കുക എന്നുള്ളത്. എന്നാലും ഡ്രസ്സസ് വാങ്ങാനും അത് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തുണി ഒതുക്കുന്ന സമയത്ത്, അതായത് ഒതുക്കണം എന്ന് വിചാരിക്കും, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കള്ളി മാത്രം എടുത്ത് ഒതുക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ഓർഗനൈസറിലായിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസർ എടുത്ത് ഒതുക്കി വയ്ക്കുക. അത് കഴിയുമ്പോൾ വേണമെങ്കിൽ പിന്നാലെ അടുത്ത ഓർഗനൈസറും ഒതുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിയും. ഇനിയിപ്പോൾ ഒരു ഷെൽഫ് മാത്രം ഒരു ദിവസം ഒതുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിനോട് മടുപ്പ് തോന്നില്ല. ഫുൾ വാർഡ്രോബിൽ തുണികളെല്ലാം കൂടി ബെഡിലിട്ടിട്ട് മടക്കാമെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല മടുപ്പ് തോന്നും. ഒരുപാട് ടൈം പോണ പോലെ തോന്നും, വേസ്റ്റായിട്ട് ഒരുപാട് സമയം പോകുന്ന പോലെ തോന്നും. പിന്നെ നമ്മൾക്ക് തുണി മടക്കാൻ തന്നെ മടുപ്പ്, ദേഷ്യം, വെറുപ്പൊക്കെ വരും. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനെക്കാട്ടും അത്യാവശ്യം ഇന്ന് ചെയ്ത് തീർക്കേണ്ട ജോലികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് കിടക്കുക. മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കൽ ഈ ഒരു ജോലി മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിൽ 10 വേറെ ജോലി ചെയ്യുമ്പോൾ ഇത് അവിടെ കിടക്കത്തേ ഉള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തുണി മടക്കാനായിട്ടുള്ള താല്പര്യം പോലും ഉണ്ടാവില്ല. എനിക്കൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ അവസാനം ആകുമ്പോൾ അങ്ങോട്ട് മടുത്ത് വെറുപ്പിൻ്റെ അറ്റത്ത് വരെ എത്തിപ്പോകും. അതായത് എല്ലാം കൂടി വലിച്ചു വാരിയിടുമ്പോഴേ. അതുമാത്രമല്ല തുണി മടക്കാമെന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യം, അതായത് അത്ര ഇഷ്ടമില്ലാത്തവരാണ് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഒട്ടും ഇഷ്ടമില്ല തുണി മടക്കുക, എന്നാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സീരീസോ മ്യൂസിക്കോ സിനിമകളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫോണിലങ്ങനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൾഡിങ്ങും കഴിയും. ടൈം നമുക്ക് ഒരുപാട് പോയ പോലെ തോന്നില്ല. അതായത് ഒരുപാട് ഇങ്ങനെ ബോറടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷെൽഫിൽ ഒരുപാട് തുണികൾ അങ്ങോട്ട് കുത്തി നിറച്ച് വെക്കാണ്ടിരിക്കുക. അതായത് ഒരു 10 ഡ്രസ്സ് വെക്കാൻ പറ്റുന്ന ഷെൽഫിൽ ഒരു 15 ഡ്രസ്സ് വെച്ചാൽ എത്രയായാലും നമ്മളൊരു ഡ്രസ്സ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ എല്ലാം കൂടെ താഴത്തോട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഓർഗനൈസ് ചെയ്ത് വെക്കണം, വീണ്ടും മടക്കി വെക്കണം. അപ്പോൾ അതൊരു ഇരട്ടി പണിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു 10 ഡ്രസ്സ് വെക്കേണ്ട ഷെൽഫിൽ ഒരു 8 ഡ്രസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏതൊക്കെ ഡ്രസ്സസ് ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും എല്ലാത്തിനും എളുപ്പമുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രസ്സാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും എനിക്കും
പറ്റാറുണ്ട്. തുണി മടക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുത്തി തള്ളി ഞാൻ വെക്കും. അതായത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് ഡ്രസ്സ് ഉണ്ടെന്ന് ഏതെങ്കിലും കാലത്ത് പിന്നെ ഒതുക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ പുഷ് ചെയ്ത് തുണികൾ മടക്കി തള്ളിക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് തുണികൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആകെ വൃത്തികേടാവുമെന്ന് മാത്രമല്ല, നമുക്ക് ആകെ കൂടി മെസ്സായിട്ട് വൃത്തികേടായിട്ടൊരു തുണികൾ മടക്കി വയ്ക്കാൻ വരെ ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലെത്തും. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ വാർഡ്രോബ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ തുണികൾ, ആവശ്യമില്ലാത്ത തുണികൾ കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഒന്ന് ഡൊണേറ്റ് ചെയ്യുക. നമ്മൾ കീറി പറഞ്ഞ ഡ്രസ്സൊന്നും ഡൊണേറ്റ് ചെയ്യരുത് കേട്ടോ. എന്നാൽ ഇടാൻ പറ്റുന്ന, നമുക്ക് പാകമില്ലാണ്ടാവുക, ഡ്രസ്സ് പാകമില്ലാണ്ടാവില്ലേ, അതായത് ഡ്രസ്സ് ചെറുതായി പോകുന്ന അങ്ങനെയൊക്കെ. ഡ്രസ്സ് ചെറുതായി പോവല്ല കേട്ടോ, ആക്ച്വലി നമ്മളൊന്നല്ലെങ്കിൽ വണ്ണം വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഡ്രസ്സിന് ഒരു മാറ്റം വരുന്നില്ല, ഡ്രസ്സ് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പാകമില്ലാണ്ടാവുമ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഡൊണേറ്റ് ചെയ്യുക. നല്ല ഡ്രസ്സ് മാത്രം ഡൊണേറ്റ് ചെയ്യുക കേട്ടോ. കീറി പറഞ്ഞ ഡ്രസ്സൊന്നും ഒരിക്കലും ഡൊണേറ്റ് ചെയ്ത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയായിരിക്കും അത് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ നമ്മുടെ കല്യാണിയിൽ നിന്ന് വാങ്ങിയത്. അതുപോലെ മറ്റേ യെല്ലോയും ബ്ലാക്ക് നല്ല കോട്ടനാണ്, അടിയിൽ ഇങ്ങനെ ഹക്കോബ പ്രിൻ്റ് ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടതാണ് ഗസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഇപ്പോൾ കുർത്ത കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇടുമ്പം അതിന് മുന്നത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ കളയാനും പറ്റില്ല, എന്നാൽ ഇടുന്നില്ല. അങ്ങനെ വരുന്ന ഡ്രസ്സസൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്വം പമ്പ് വെച്ച് വാക്വം എയർ ബാഗിൽ ആക്കി വെക്കാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുർത്തകൾ സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലഗിങ്സ്, പാൻസ് ഉണ്ടല്ലോ, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന പാൻസ്, അതായത് പല ടോപ്പിനും ചിലപ്പോൾ ഒരു പാൻറ്റിൻ്റെ 1-2 ടോപ്പിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുർത്തയുടെ ഒപ്പം തന്നെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ കുർത്തകളൊക്കെ ഒരുമിച്ച് വെക്കും. പിന്നെ നമ്മൾ ബോട്ടം വെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആയത് വെക്കും. പിന്നെ ഷോളുകളുണ്ടല്ലോ, ഷോളുകൾ തന്നെ ഈ പറഞ്ഞ പോലെ വൈറ്റ് ഷോളാണെങ്കിൽ പല ഡ്രസ്സിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഷോൾ വേറെ, കുർത്താസ് വേറെ, ബോട്ടം വേറെ, അതുപോലെ തന്നെ സെറ്റായിട്ട് വരുന്ന നമ്മൾ സൽവാർ സെറ്റുകളുണ്ടല്ലോ, അതായത് ബോട്ടം, ടോപ്പ്, ഷോൾ അങ്ങനെ വരുന്നത് വേറെ. അതുപോലെ തന്നെ ഇന്നർ വെയേഴ്സ് വേറെ. ഇന്നർ വെയേഴ്സ് തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, വീട്ടിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ലിറ്റുകൾ, അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ഡ്രസ്സും കേസ് നിങ്ങൾ മുഴുവൻ കാണുന്നില്ല. അതായത് ഒരു വാർഡ്രോബിൽ എന്തൊക്കെ ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായി അത് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറെ ഷെൽഫ് എടുക്കുമ്പോഴായിരിക്കും എൻ്റെ ബാക്കിയുള്ള ഡ്രസ്സുകൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഒതുക്കുന്ന സമയത്താണ് ശരിക്കും ആ നഗ്നമായ സത്യം ഞാൻ അറിയുന്നത്. കാരണം ഇത്രയും പേരത്തെ ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ. ചില സമയത്തൊക്കെ എനിക്കുണ്ടല്ലോ, അയ്യോ എനിക്കൊരു ഡ്രസ്സ് പോലും ഇല്ലല്ലോ, പള്ളിയിൽ പോകുമ്പോൾ ഇടാനായിട്ടുണ്ടല്ലോ ഡെയിലി 1-2 ഡ്രസ്സ് ഇടും. ആ ഡെയിലി ഈ ഞായറാഴ്ച ഇടുന്നിടും, പിന്നത്തെ ഞായറാഴ്ച ഇടും. അത് തന്നെ ഞാൻ എടുത്തിടുള്ളൂ. കാരണം ഞാൻ തലേദിവസമൊന്നും എടുത്ത് വയ്ക്കാറൊന്നുമില്ല. അപ്പോൾ ഓണ സമയത്ത് ഒന്നാമത് പള്ളിയിൽ പോകണ 1 മണിക്കൂർ മുന്നൊക്കെ എഴുന്നേൽക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ എടുത്തിട്ട് തന്നെ ഇട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ദൈവം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം, കുറച്ച് കുർത്തിയൊക്കെ ഓർഡർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് 1-2 വട്ടമൊക്കെ ഞാൻ ഇതുപോലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒതുക്കുന്ന സമയത്താണ് ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അത് ഇപ്പം മാത്രമല്ല, ഇനിയിപ്പോൾ വീണ്ടും മെസ്സായാലും അടുത്തൊരു ഒതുക്കലിൻ്റെ സമയത്തായിരിക്കും അടുത്തത് ഇങ്ങനെ ഒതുക്കി പറക്കി വയ്ക്കുക. അപ്പോൾ ഞാനിപ്പം മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗനൈസറുകൾ, നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഒരുപാട് ഓർഗനൈസറുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കത് കണ്ട് ബോറടിച്ചു കേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാളിങ്ങനെ വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഡ്രസ്സ് മാത്രം കേട്ടോ. അപ്പോൾ പിള്ളേർ, ഹസ്ബൻഡൊക്കെ ഓർഗനൈസറിലാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് കളയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ കള്ളികളിൽ ഞാൻ എൻ്റെ ഓർഗനൈസറുകൾ ഇല്ലാണ്ടാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണാമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പുകൾ വേറെ, കുർത്തകൾ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ നമ്മുടെ സൽവാർ സെറ്റ് ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. പാൻറ്റും അതുപോലെ തന്നെ ഷോളും ഇനി ഉണ്ട് കേട്ടോ, ഒരുപാട് ഷോളുകളും പാൻറ്റുകളും. ഇനി മറ്റേ ഷെൽഫ് ഒതുക്കുമ്പോഴായിരിക്കും കിട്ടുക. പിന്നെ ഞാൻ ഇതിൽ തന്നെ കുറച്ച് വാഷ് ചെയ്യാനുള്ളതും കുറച്ച് ഓൾട്ടർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വാർഡ്രോബിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാർഡ്രോബ്സൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കുക, നമ്മളുടെ ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.